ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല മഴ പെയ്തിനെ രാത്രി. എന്നാലും തീ അടുപ്പാലാണ് കത്തുന്നുണ്ട് കേട്ടോ. എന്നാൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ കിച്ചൻ്റെ പണി നടക്കുമെന്നപ്പോൾ മുറ്റത്താന്ന് തീ കത്തിക്കണ്ട്. എൻ്റെ ഇഡലി പാത്രത്തിൻ്റെ അവസ്ഥ നോക്കറ. ഏതായാലും ഒന്നിച്ച് തേച്ച് കഴുകാന്ന് വെച്ചു. അന്നല്ല പുറത്തിങ്ങനെ ചിറവറ കത്തിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കരി പിടിച്ചിരിക്കുമെന്ന്. അപ്പോൾ ഇഡലി പുഴുങ്ങുവാണ്. ഇഡലി പാത്രം കണ്ടിട്ടാരും തെറ്റിദ്ധരിക്കണ്ട. പാത്രത്തിൽ എന്ത് കാര്യം, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. എന്നല്ല ഞാൻ വിചാരിക്കുന്ന മാർഗവും ലക്ഷ്യമെല്ലാം നല്ലതായിരിക്കണം അല്ലേ. ലക്ഷ്യത്തിന് വേണ്ടി മാർഗം മോശമാകാൻ പാടില്ലല്ലോ. അയ്യോ അയ്യോ ഊതിക്കൊടുത്തതാണ്. ഇത്രയും നല്ല വൃത്തി കത്തിയിട്ട് ഇപ്പോൾ പോകഞ്ഞു പോയല്ലോ. എങ്ങനെയായാലും നമ്മൾ നാസ്ത ഉണ്ടാക്കും സുഹൃത്തുക്കളെ, നാസ്ത ഉണ്ടാക്കും. മഴ പെയ്തു മാനം തെളിഞ്ഞല്ല. തുണി കഴുകാൻ കൊണ്ടുവച്ചിരിക്കുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ കഷ്ടപ്പാടൊന്നുമില്ല. അപ്പോഴത്തേക്ക് വീടിൻ്റെ പണിയിലും തീരൂലേ. ഒന്ന് ഊതി കൊടുക്കട്ടെ. അതിൽ തന്നെ കത്തി. ആഹാ അല്ല പിന്നെ നമ്മളുടെ കളി. പണ്ടെല്ലാം ഇങ്ങനത്തെ അടുപ്പ് ഇങ്ങനെ മുറ്റത്ത് എത്തിച്ചാക്കുന്നതിന് നമുക്കത്ര ഇതിനൊന്നും ഒരു സൗന്ദര്യം തോന്നില്ല അല്ലേ. ഇപ്പം എനിക്ക് മാത്രമൊന്നും അറിയില്ല. എനിക്കിപ്പോൾ ഇങ്ങനെ അടുപ്പിൽ കത്തിക്കുന്നതും ഇപ്പമല്ല, പണ്ടേ അതെ. എൻ്റെ അമ്മക്കറിയാം ഞാൻ ഭയങ്കര നൊസ്റ്റുവാന്നു. എനിക്കിങ്ങനെ അടുപ്പ് കത്തിക്കുന്നതും അതിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഈവൺ കരിപ്പാത്രം തേച്ച് കഴുകുന്ന പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ലായിരിക്കും. പക്ഷേങ്കിൽ നമ്മളെപ്പോഴും ഇൻഡക്ഷനിലും ഗ്യാസിലും അല്ലേ ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ വിറകെല്ലാം കത്തിച്ച് മുറ്റത്ത് അടുപ്പെല്ലാം കൂട്ടി ചോറും കറിയിലും വെക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖമില്ലേ, അത് ഇഷ്ടമുള്ളവർക്ക് ആ സുഖം അറിയില്ല. അല്ലാത്തവർ പിന്നെ ഈ കരിപ്പാത്രം കഴുകണ്ട്. ഈ പാത്രം ഞാൻ കഴുകി നിർബന്ധിച്ചിട്ടല്ല നിങ്ങളെ കാണിക്കോട്ടാ. അതുകൊണ്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിലല്ല, സാധാരണ ഇത് പോകുമ്പോൾ ഞാൻ ഇതെല്ലാം തേച്ച് കഴുകി നല്ല നിറം വരുത്തിച്ചിട്ട് അന്നേരവും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എടുക്കാം. ഓക്കെ, എൻ്റെ വെള്ളം കാച്ചുന്ന പാത്രം കണ്ട, അതുമല്ല കരിയായില്ലേ. ലാസ്റ്റ് ഒന്നിച്ചെഴുകിയ പോരാ കഴുകാം. ചേമ്പെല്ലാം കണ്ട, ചേമ്പ്, വാഴയുണ്ട്, ചേമ്പുണ്ട്. ഓ, വെയിൽ വന്നു കണ്ട സുഹൃത്തുക്കളെ. മഴക്കാറ് ചെറുതായിട്ടുണ്ട്, എന്നിരുന്നാലും വെയിൽ വന്നിട്ടുണ്ട്. ഇന്ന് പകൽ മഴ പെയ്യാതിരിക്കണേ കൃഷ്ണ. രാത്രി കുറച്ച് പെയ്തോ, പകൽ മഴ പെയ്യാണ്ടിരിക്കണേ കൃഷ്ണ. കാത്തുകൊള്ളണേ ഭവനേ കൃഷ്ണ. ഗുരുവായൂരപ്പ, നമ്മൾ ഗുരുവായൂരപ്പനോട് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും. അതറിയാം എല്ലാവർക്കും. നമ്മൾ ഗുരുവായൂരപ്പനോട് എന്ത് കാര്യം അപേക്ഷിക്കണം കേട്ടോ. ആജ്ഞാപിച്ചാലൊന്നും പുള്ളിക്കാരൻ നടത്തി തരില്ല. നിങ്ങളാരെങ്കിലും ഗുരുവായൂരപ്പ ഭക്തിയാണോ? പക്ഷെ നമുക്കാവാൻ കഴിയില്ലല്ലോ ഗുരുവായൂരപ്പൻ്റെ ഭക്ത. ഗുരുവായൂരപ്പൻ തന്നെ സെലക്ട് ചെയ്യണം പോലും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ ടൈം ആ ഒരു ജപൂലെ നാരായണ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ അല്ലെങ്കിൽ കൃഷ്ണ നമ്മളെപ്പോൾ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാവുമല്ലോ നമ്മൾ നാന്തുമ്പത്ത് നമ്മൾ വിചാരിച്ചാലൊന്നും വരില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും
നടത്തിത്തരും. നല്ല കാര്യങ്ങൾ കേട്ടോ, വേറെ ആർക്കും ഉപദ്രവമൊന്നും വരാത്ത നമുക്ക് നല്ലത് മാത്രം വരുന്ന നല്ല കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ ഗുരുവായൂരപ്പനത് ഇന്നാ പിടിച്ചെന്നിട്ട് നടത്തിത്തരും. വിശ്വാസമില്ലെങ്കിൽ ഒന്ന് എന്നെക്കൂടി ഒന്ന് ഭക്തിയാക്കുമോ എന്നൊന്ന് ചോദിച്ചു നോക്ക്, അപേക്ഷിച്ചു നോക്ക്. ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പ. പിന്നെ എൻ്റെ ഈ മഴ പെയ്ത് രാത്രി ഇത്രയും മഴ പെയ്തിട്ട് ഈ അടുപ്പ് കത്തുന്നുണ്ട. ഇങ്ങനെ എവിടെയും കത്തുമോ? പുറത്തില്ല അടുപ്പല്ലേ. അതാണ് ഗുരുവായൂരപ്പൻ്റെ കളി. വിശ്വാസികളെ നിങ്ങൾ കാണുവിൻ, അന്ധവിശ്വാസികളെ നിങ്ങൾ കാണണ്ട. അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, രാവിലെ തന്നെ ഞാൻ എന്തിനാ മൊബൈൽ എടുത്തത്? അമ്മേരെ ഫോൺ വന്നിട്ട് എടുത്തതും. എനിക്ക് പിന്നെ ഇതൊരു വീക്ക്നെസ് ആണല്ലോ ഫോൺ വന്നാലേ. അയ്യോ ഇതായി, ഞാൻ വാങ്ങട്ടെ. ഓക്കെ, നിങ്ങളിപ്പം കേട്ടതാണ് ടൈൽസ് മുറിക്കുന്നതിൻ്റെ ഒച്ചയാണ് കേട്ടോ. ഞാനത് കേൾപ്പിക്കാൻ തന്നെ മ്യൂട്ട് ചെയ്യാണ്ടിരുന്നതാണ്. ഈ ഒച്ച കേട്ടോണ്ടായിരുന്നു ഇത്രയും ദിവസം ഞങ്ങൾ അവിടെ നിന്നു. ഈ ഒച്ചയും പിന്നെ ഈ കാവി വരയിടുമ്പോഴുള്ള പൊടിയും എല്ലാം കൂടിയായിരുന്നു. പക്ഷേങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടത്തിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയെല്ലാം ഉണ്ടാക്കി കഴിക്കുകയത്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഓഡിയോയിൽ ഒരു വലിയൊരു തിരുത്തുണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റിൽ ഇട്ടാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള അടയാണ്. നമ്മൾ അവിടുന്ന് പറിച്ച വാഴയിലയും നല്ല അരിപ്പൊടിയിൽ നമ്മൾ തന്നെ തേങ്ങയും ഒക്കെ ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റല്ലേ. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഇതുപോലെ അടയായിരുന്നു ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത്. ഇത് നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ ഒരു രാവിലത്തെ റൂട്ടീനാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഞാനിങ്ങനെ മൊബൈലും പിടിച്ചുകൊണ്ട് എനിക്ക് വായി തോന്നിയെല്ലാം പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കലായിരുന്നു എൻ്റെ ഒരു സന്തോഷം. പിന്നെ മുകളിൽ വീടിൻ്റെ മേലെ ഷീറ്റ് ഇട്ടിരുന്നു പറഞ്ഞില്ല, അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വെച്ചാൽ താഴെ ഭയങ്കര പൊടിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടായില്ല. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യണേ.